11 പേരുടെ മരണത്തിനിടയാക്കിയ ബംഗളൂരു അപകടത്തിൽ കർണാടക സർക്കാരിന് നോട്ടീസ് അയച്ച് ഹൈക്കോടതി. സംഭവത്തിൽ സ്വമേധയാ എടുത്ത കേസിലാണ് ഹൈക്കോടതിയുടെ നടപടി. അതേസമയം അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് RCB 10 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. അതേസമയം RCBക്കും കർണാടക ക്രിക്കറ്റ് അസോസിയേഷനുമെതിരെ പോലീസ് FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തു. ബംഗളൂരുവിൽ RCBയുടെ വിജയാഘോഷത്തിനിടെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തിന്മേൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് കർണാടക ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന് നോട്ടീസ് നൽകിയത്. ഈ മാസം 10-നകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടു. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് V കാമേശ്വര റാവു അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ക്രമീകരണങ്ങളിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് കോടതിയുടെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ RCB ഇവന്റ് മാനേജർ കർണാടക ക്രിക്കറ്റ് അസോസിയേഷനുമെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിയോഗിച്ച സമിതിയോട് 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. RCBയുടെ വിജയാഘോഷവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് വിമർശനം. അതേസമയം അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം സഹായം നൽകുമെന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു അറിയിച്ചു. സംസ്ഥാന സർക്കാരും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 40,000 ആളുകൾക്ക് മാത്രം സൗകര്യമുള്ള ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ 2 ലക്ഷത്തോളം ആളുകൾ എത്തിയതാണ് അപകടത്തിന് വഴിവെച്ചത്. 11 പേർ മരിക്കുകയും 50-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ജനം, ഡൽഹി.